ഹായ്, ഞാൻ രഞ്ജു രാജേഷ്, ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീഷണറാണ്. പലരും പറയാറുണ്ട്, എന്തുകൊണ്ടാണ് ദൈവം എൻ്റെ പ്രാർത്ഥനകൾ മാത്രം കേൾക്കാത്തതെന്നും അല്ലേ. ഞാൻ എന്തെല്ലാം ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു, എന്നാലും എൻ്റെ പ്രാർത്ഥനകൾ മാത്രം എന്തുകൊണ്ടാണ് ദൈവം കേൾക്കാത്തതെന്നും. നിങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കാറ്? ഇപ്പോൾ ഒരു പള്ളിയിലായാലും ഒരു അമ്പലത്തിലായാലും നിങ്ങൾ പോയാൽ നിങ്ങളുടെ കുറേ പരാതികളല്ലേ ദൈവത്തോട് പറയാറ്. നിങ്ങളുടെ പ്രാർത്ഥന എങ്ങനെയാണ്? ദൈവമേ, ഇപ്പോൾ എന്തെങ്കിലും അസുഖമുള്ള ആളാണെങ്കിൽ എൻ്റെ അസുഖങ്ങൾ മാറ്റണേ, എൻ്റെ ദുരിതങ്ങൾ മാറ്റണേ. ഇപ്പോൾ എന്തെങ്കിലും കടബാധ്യത ഉണ്ടെങ്കിൽ എൻ്റെ കടബാധ്യതകൾ മാറ്റണേ. ഇങ്ങനെയല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കാറ്? ഒരിക്കലും ഈ നെഗറ്റീവ് വേർഡ്സ് പറഞ്ഞ് പ്രാർത്ഥിക്കരുത്. എപ്പോഴും നിങ്ങളിപ്പോൾ എൻ്റെ അസുഖങ്ങൾ മാറ്റണേ എന്ന് പറയുമ്പോൾ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ ഒരു അസുഖം എന്നൊരു വാക്കിലായിരിക്കും. എൻ്റെ കടബാധ്യതകൾ മാറ്റണേ എന്ന് പറയുമ്പോൾ ആ കടബാധ്യത എന്നുള്ള വാക്കിലായിരിക്കും നിങ്ങളുടെ മൈൻഡ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വാക്കായിരിക്കും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൂടുതലായിട്ട് പോകുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കും. ഈ നെഗറ്റീവ് വേർഡ്സ് ഉപയോഗിക്കുന്നതിന് പകരം എൻ്റെ അസുഖങ്ങൾ മാറ്റണേ എന്ന് ഉപയോഗിക്കുന്നതിന് പകരം എനിക്ക് ആരോഗ്യം ലഭിക്കണേ, അല്ലെങ്കിൽ എനിക്ക് പരിപൂർണ ആരോഗ്യം ലഭിച്ചതിന് നന്ദി. ഇപ്പം നമ്മുടെ ആയാലും മറ്റുള്ളവർക്ക് വേണ്ടിയായാലും ഇങ്ങനെ പ്രാർത്ഥിക്കണം, എനിക്ക് പരിപൂർണ ആരോഗ്യം ലഭിച്ചതിന് നന്ദി. ആ അസുഖം എന്ന സ്ഥാനത്ത് ആരോഗ്യം എന്ന ആ ഒരു വാക്കായിരിക്കണം നിങ്ങളുടെ മനസ്സിലേക്ക് കൂടുതൽ പോകേണ്ടത്. അതുപോലെ എൻ്റെ കടബാധ്യതകൾ മാറ്റണേ എന്ന കടം എന്നുള്ള ആ ഒരു വാക്കിന് പകരം എനിക്ക് നല്ല സമ്പത്ത് ലഭിച്ചതിന് നന്ദി, അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭിച്ചതിന് നന്ദി. നിങ്ങൾക്കിപ്പോൾ ഒരു 50,000 1,00,000 രൂപ ബാധ്യതയുള്ള ഒരാളാണെങ്കിൽ എൻ്റെ ആ 1,00,000 രൂപയുടെ ബാധ്യതകൾ മാറ്റണേ എന്ന് പറയുന്നതിന് പകരം എനിക്ക് ആ 1,00,000 രൂപ ലഭിക്കാനുള്ള വഴികൾ തന്നതിനു നന്ദി, അല്ലെങ്കിൽ ആ 1,00,000 രൂപ ലഭിച്ചതിനു നന്ദി. ഇങ്ങനെ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഈ പോസിറ്റീവ് അഫർമേഷനായിട്ട് നിങ്ങൾ മാറ്റി നോക്കൂ, പോസിറ്റീവ് വേർഡ്സ് ആയിട്ട് നിങ്ങൾ പറഞ്ഞു നോക്കൂ. നിങ്ങൾക്ക് തന്നെ അത്ഭുതങ്ങൾ കാണാൻ കഴിയും. അതായത് ഈ കഴിവതും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ നെഗറ്റീവ് വേർഡ്സ് ഉപയോഗിക്കാതിരിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനകൾ അഡ്വാൻസ് ആയിട്ട് നേടിക്കഴിഞ്ഞതായിട്ട് സങ്കല്പിച്ച് നിങ്ങൾ നന്ദി പറയുക. എനിക്ക് പരിപൂർണ ആരോഗ്യം ലഭിച്ചതിന് നന്ദി, എനിക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭിച്ചതിന് നന്ദി. ഇങ്ങനെ നിങ്ങളുടെ പ്രാർത്ഥനകളെ ഒന്ന് മാറ്റി നോക്കൂ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉറപ്പായും ഫലം കാണും.